കാർഷിക വാർത്തകൾ. വെളിച്ചെണ്ണയുടെ വ്യാജൻ വിപണിയിൽ. വൻകിട മില്ലുകളിൽ പിണ്ണാക്കിൽ നിന്ന് ശുദ്ധീകരിച്ചെടുക്കുന്ന വ്യാജ ഓയിൽ വെളിച്ചെണ്ണയ്ക്കൊപ്പം കലർത്തിയാണ് വിൽപ്പന. കൊപ്രയിൽ നിന്നെടുത്ത വെളിച്ചെണ്ണയ്ക്ക് കിലോയ്ക്ക് 480 രൂപയാണ് വില. എന്നാൽ റിഫൈനറിയിൽ നിന്ന് ശുദ്ധീകരിച്ചെത്തുന്ന വെളിച്ചെണ്ണയ്ക്ക് 350 രൂപ മാത്രം. പിണ്ണാക്ക്, ചതച്ച കൊപ്ര എന്നിവ കാലിത്തീറ്റയ്ക്കായി ഇറക്കുമതി ചെയ്ത് വൻകിട റിഫൈനറികളിൽ എത്തിച്ചാണ് റിഫൈൻഡ് വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത്. ചൂടാക്കിയെടുക്കുന്നതിനാൽ ജലാംശമോ കനപ്പോ ഉണ്ടാകില്ല. പൂപ്പലും കനപ്പും ബാധിച്ച പിണ്ണാക്കിൽ നിന്നെടുക്കുന്ന വെളിച്ചെണ്ണ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുമെന്ന് ആരോഗ്യരംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വെളിച്ചെണ്ണ മാത്രമല്ല, സൂര്യകാന്തി, പാം ഓയിലുകളും പിണ്ണാക്ക് ഇറക്കുമതിയിലൂടെ എത്തിച്ച് റിഫൈനറികളിൽ ശുദ്ധീകരിച്ച് ഭക്ഷ്യാവശ്യത്തിനായുള്ള എണ്ണയിൽ കലർത്തി വിൽക്കുകയാണ്. 1 ടാങ്ക് കൊപ്ര വെളിച്ചെണ്ണയിൽ 3 ടാങ്ക് റിഫൈനറി വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വ്യവസായ ആവശ്യത്തിനാണ് റിഫൈനറികളിൽ നിന്ന് ശുദ്ധീകരിച്ച വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത്. സോപ്പ് നിർമ്മാണത്തിനും ഇത് ഉപയോഗിക്കുന്നു. വൻകിട സ്ഥാപനങ്ങൾക്ക് കയറ്റുമതിക്ക് തുല്യമായ അളവിൽ ഇറക്കുമതിക്ക് അനുവാദമുണ്ട്. ഈ സൗകര്യം ഉപയോഗിച്ചാണ് പിണ്ണാക്ക് ഇറക്കുമതി നടത്തുന്നത്. കൊപ്ര വെളിച്ചെണ്ണയിൽ റിഫൈനറി വെളിച്ചെണ്ണ ചേർത്താൽ സാധാരണ ഗുണനിലവാര പരിശോധനയിൽ കണ്ടെത്താനാകില്ല. സ്വർണത്തിന്റെ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ഹാൾമാർക്ക് പരിശോധനയിലൂടെ മാത്രമേ റിഫൈനറി വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാനാകൂ. അതിനാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനയിൽ പരാജയപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്തെ മുഴുവൻ പശുക്കളെയും ഇൻഷുർ ചെയ്യാൻ പദ്ധതി ആരംഭിക്കുന്നു. കന്നുകാലികൾ രോഗം ബാധിച്ചാലോ ആകസ്മിക മരണം സംഭവിച്ചാലോ പദ്ധതിയിലൂടെ കർഷകന് ഇൻഷുറൻസ് തുക ലഭിക്കും. അത്യുൽപാദന ശേഷിയുള്ള കന്നുകാലികളുടെ ആകസ്മിക മരണം തുടങ്ങിയവ മൂലം കർഷകനുണ്ടാകുന്ന നഷ്ടം നികത്താൻ മൃഗസംരക്ഷണ വകുപ്പാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത്. അസുഖം ബാധിച്ച് പശു ചത്താലോ രോഗബാധിതമായാലോ കർഷകന് 60,000 മുതൽ 65,000 രൂപ ഇൻഷുറൻസ് തുകയായി ലഭിക്കും. പ്രകൃതിക്ഷോഭത്താലുള്ള ഒരു നഷ്ടത്തിനും ഈ പദ്ധതിക്ക് കീഴിൽ പരിരക്ഷയുണ്ട്. ഉടമയായ കർഷകനും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. അപകട മരണം, പൂർണ്ണമായോ ഭാഗികമായോ ആയോ അംഗവൈകല്യം എന്നിവയ്ക്ക് 5 ലക്ഷം വരെയാണ് ലഭിക്കുക. 5 ലക്ഷം രൂപയ്ക്ക് 100 രൂപയാണ് കർഷകൻ പ്രീമിയമായി അടയ്ക്കേണ്ടത്. 65,000 രൂപ മതിപ്പ് വിലയുള്ള ഉരുക്കൾക്ക് 1 വർഷ പദ്ധതിയിൽ 437 രൂപയും 3 വർഷ പദ്ധതിയിൽ 1,071 രൂപയുമാണ് പ്രീമിയം നിരക്ക്. 85% സബ്സിഡിയോടുകൂടിയ തുകയാണിത്. 1 വർഷ പദ്ധതിയിൽ കുറഞ്ഞത് 2,320 ഉരുക്കളെയും 3 വർഷ പദ്ധതിയിൽ കുറഞ്ഞത് 400 ഉരുക്കളെയും ആദ്യഘട്ടത്തിൽ ഇൻഷുർ ചെയ്യും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാർഷിക മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയായി വളം വില വർധന. പൊട്ടാഷ് ഉൾപ്പെടെയുള്ള വളത്തിനാണ് വില വർധന. സബ്സിഡി നൽകി കടക്കെണിയിൽ നിന്ന് കർഷകരെ രക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിവും തൊഴിലാളിക്ഷാമവും ഉൽപാദന മേഖലയിലെ പ്രതിസന്ധിയും കനത്ത പ്രഹരം സൃഷ്ടിക്കുന്നതിനിടെയാണ് വളത്തിന്റെ വിലയും വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 50 കിലോ പൊട്ടാഷിന് ജൂലൈ 1 മുതൽ 250 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഫാക്ടം ഫോഴ്സിന് 2 മാസം മുമ്പ് 100 രൂപയും ഈ മാസം 25 രൂപയും ഉൾപ്പെടെ 125 രൂപയുടെ വർധനവുണ്ടായി. മിക്കവാറും എല്ലാ കൂട്ടുവളങ്ങളിലും ഉപയോഗിക്കുന്ന പൊട്ടാഷിനുണ്ടായ വില വർധന മറ്റു കൂട്ടുവളങ്ങൾക്കും വില വർദ്ധിക്കുന്നതിന് കാരണമാകും. പൈനാപ്പിൾ, റബ്ബർ, തെങ്ങ്, വാഴ ഉൾപ്പെടെയുള്ള കൃഷികൾക്ക് പൊട്ടാഷ് അനിവാര്യമാണ്. മഴക്കാലമായതിനാൽ ഇതിന് ഡിമാൻഡും കൂടുതലാണ്. ഇതിനിടെയാണ് കർഷകരെ ദുരിതത്തിലാക്കി വളത്തിന് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. വില വർധനവിന് പിന്നാലെ വളത്തിന്റെ ലഭ്യതയും കുറഞ്ഞിരിക്കുകയാണ്. പൊട്ടാഷിനും ഫാക്ടം ഫോഴ്സിനും ക്ഷാമവും നേരിടുന്നുണ്ട്. വളം വിൽപ്പനശാലകളിൽ യഥാസമയം ഇവ ലഭിക്കാത്തതിനാൽ കൃത്യമായ ഇടവേളകളിൽ വളപ്രയോഗം നടത്താനാകാത്ത സാഹചര്യമാണ്. ഇത്തവണ കാലവർഷം ശക്തമായിരിക്കുന്നതിനാൽ കാർഷിക മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഭൂരിഭാഗം കൃഷികളെയും മഴ കൂടുതൽ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് പച്ചക്കറി വില കുറഞ്ഞു തുടങ്ങി. മൺസൂൺ മഴ മെച്ചപ്പെട്ടതും ഉൽപ്പാദനം വർദ്ധിക്കാൻ സാധ്യതയുള്ളതുമാണ് വില കുറയാൻ കാരണമായത്. കഴിഞ്ഞ ആഴ്ച ബീൻസിന് 140 രൂപയായിരുന്നത് 100 രൂപയായി കുറഞ്ഞു. തക്കാളിക്ക് പകുതിയോളം കുറഞ്ഞ് 35 രൂപയായി. മുരിങ്ങാക്കായ്ക്ക് 80 രൂപയായിരുന്നത് ഇപ്പോൾ 40 രൂപ. എന്നാൽ കാരറ്റിന്റെ വില 120 നിന്ന് 60 രൂപയായി കുറഞ്ഞപ്പോൾ സവാളയുടെ വില 30 രൂപയിൽ നിന്ന് 35 രൂപയായി കൂടി. എറണാകുളത്ത് ചില പച്ചക്കറികളുടെ വിലയിൽ മാറ്റങ്ങളുണ്ട്. 40 രൂപയായിരുന്ന തക്കാളിക്ക് 50 രൂപയായി. ബീൻസിന് 60 നിന്ന് 70 രൂപയായി. അതേസമയം 100 രൂപയായിരുന്ന പച്ചമുളകിന് 80 രൂപയായി കുറഞ്ഞു. വലിയ ഉള്ളി 30 രൂപയിൽ നിന്ന് 25 രൂപയിലേക്ക് താണു. ഇതോടെ പച്ചക്കറി വിപണിയിൽ ജൂലൈ ആദ്യവാരം മുതൽ നിലനിന്നിരുന്ന വിലക്കയറ്റത്തിന് നേരിയ ശമനം ഉണ്ടായിരിക്കുകയാണ്. മൺസൂൺ മഴയുടെ ലഭ്യത മെച്ചപ്പെട്ടതും പ്രാദേശിക ഉൽപ്പാദനം വർദ്ധിക്കാൻ സാധ്യതയുള്ളതും വരും ദിവസങ്ങളിൽ വില കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ക്ഷീരമേഖല ശാക്തീകരിക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ പദ്ധതികളുമായി സംസ്ഥാന സർക്കാർ. പ്രത്യേക കന്നുകുട്ടി പരിപാലന പദ്ധതിയെ പരിഷ്കരിക്കാനാണ് നീക്കം. പ്രത്യേക പരിശീലനം ലഭിച്ച കുടുംബശ്രീ അംഗങ്ങളെ നിയോഗിച്ച് കന്നുകുട്ടികളുടെ വളർച്ച പരിശോധിച്ച് തീറ്റയും ധാതു ലവണങ്ങളും വിരമരുന്നും നൽകും.
കന്നുകുട്ടിയുടെ വളർച്ചയ്ക്ക് ആനുപാതികമായി തീറ്റ നൽകാൻ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇൻസെന്റീവ് ലഭ്യമാക്കാൻ പ്രത്യേക സോഫ്റ്റ്വെയർ തയ്യാറാക്കിയിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ ധനസഹായത്തോടെ 136 പുതിയ ക്ഷീരഗ്രാമങ്ങൾ ആരംഭിച്ചു. 16 കിടാരി പാർക്കുകളും തുടങ്ങുകയുണ്ടായി. ഇതിൽ 50 കിടാരികൾ അടങ്ങുന്ന 16 യൂണിറ്റുകൾ സ്ഥാപിച്ചു. കുടുംബശ്രീ മുഖേന ആടുഗ്രാമം പദ്ധതി വഴി 8,920 യൂണിറ്റുകൾ ആരംഭിച്ചു. ആടുവളർത്തൽ സംരംഭങ്ങൾക്ക് ഓരോ യൂണിറ്റിനും 50,000 രൂപ മൂലധന സബ്സിഡി നൽകുകയും 2023-24 സാമ്പത്തിക വർഷം വരെ കുടുംബശ്രീ ഈ പദ്ധതി ഏറ്റെടുത്ത് നടത്തുകയും ചെയ്തു. ഡയറി യൂണിറ്റുകൾ സ്ഥാപിക്കാൻ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഒരു യൂണിറ്റിന് 2,018 ലക്ഷം രൂപ മൂലധന സബ്സിഡി നൽകി. ക്ഷീരസാഗരം പദ്ധതി വഴി 9,997 യൂണിറ്റുകളാണ് ഇതുവരെ ആരംഭിച്ചത്. മൈഫിൻ TV, തിരുവനന്തപുരം. കൊപ്ര ഇറക്കുമതി വേണമെന്ന് വിവിധ ഭക്ഷ്യ എണ്ണ ഉൽപ്പാദന സംഘടനകൾ. കൊപ്ര സംഭരിക്കാനുള്ള സർക്കാർ ശ്രമം ഏശുന്നില്ല. റബ്ബർ വിലയിൽ ഉണർവ് നേരിടുന്നുണ്ട്. പ്രതികൂല കാലാവസ്ഥയിൽ ദക്ഷിണേന്ത്യയിൽ തേങ്ങ ഉൽപ്പാദനം കുറഞ്ഞത് കൊപ്രക്ഷാമത്തിനും വിലക്കയറ്റത്തിനും ഇടയാക്കി. ഉത്സവ സീസൺ അടുത്തത് വിലക്കയറ്റം രൂക്ഷമാക്കി മാറ്റാനാണ് സാധ്യത. ഇതിനിടയിൽ കർഷകരിൽ നിന്നും തേങ്ങ സംഭരിച്ച് വെളിച്ചെണ്ണ വിപണിയിലിറക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ. എന്നാൽ കാർഷിക മേഖലകളിൽ പച്ചത്തേങ്ങ ലഭ്യത ചുരുങ്ങിയതിനാൽ പ്രതീക്ഷയ്ക്കൊത്ത് ചരക്ക് സംഭരണം വിജയിപ്പിക്കാനാവില്ല. അയൽ സംസ്ഥാനങ്ങളിലെ വൻകിട സ്റ്റോക്കിസ്റ്റുകളുടെ നിയന്ത്രണത്തിലാണ് വെളിച്ചെണ്ണ വിപണി. കൊച്ചിയിൽ വെളിച്ചെണ്ണ 38,800 രൂപ. ടയർ നിർമ്മാതാക്കളും ഉത്തരേന്ത്യയിൽ നിന്നുള്ള ചെറുകിട റബ്ബർ അധിഷ്ഠിത വ്യവസായികളും കേരളത്തിലെ മുഖ്യ റബ്ബർ വിപണികളിൽ നിലയുറപ്പിച്ചത് വിവിധയിനം ഷീറ്റ് വിലയിൽ ഉണർവുളവാക്കി. കർക്കിടകം അടുക്കാറായെങ്കിലും കാലവർഷത്തിന്റെ വരവിനിടയിലും പ്രതീക്ഷയ്ക്കൊത്ത് റബ്ബർ വെട്ടിന് അവസരം ലഭിച്ചില്ലെന്നാണ് ഉൽപ്പാദകരുടെ പക്ഷം. അതുകൊണ്ട് തന്നെ കോട്ടയത്തും വിൽപ്പനക്കാരില്ല. 4-ാം ഷീറ്റ് വില 100 രൂപ ഉയർന്ന് 20,700 രൂപയിലെത്തി. ഉത്തരേന്ത്യൻ ചെറുകിട വ്യവസായികൾ 5-ാം ഗ്രേഡ് റബ്ബർ 20,400 രൂപയ്ക്ക് ശേഖരിക്കാൻ ഉത്സാഹിച്ചു. ഇതിനിടയിൽ രാജ്യാന്തര റബ്ബർ അവധി വിലയിലെ ഉണർവിന്റെ ചുവട് പിടിച്ച് മുൻനിര ഉൽപ്പാദന രാജ്യമായ തായ്ലൻഡിൽ 19,330 രൂപയായി ഉയർന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇനി ഇന്നത്തെ കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 207, RSS 5 203, ലാറ്റക്സ് 143, ജാതിക്ക 270, ജാതിപത്രി 1,600 മുതൽ 1,850 വരെ, ഗ്രാമ്പു 800, അടയ്ക്ക 200, കാപ്പിക്കുരു 190, കൊക്കോ പരിപ്പ് 350, കുരുമുളക് ഗാർബിൾ 68,700, കുരുമുളക് അൺഗാർബിൾ 66,700, ഏലക്ക 2,450 മുതൽ 2,550 വരെ, വെളിച്ചെണ്ണ 38,800, കൊപ്ര 26,400, ചുക്ക് 22,500.